രണ്ടാം ക്രിസ്തു എന്ന് ലോകം വാഴ്ത്തിയ അസീസിയിലെ സ്നേഹഗായകൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്വന്തം ഉടുവസ്ത്രം പോലും പിതാവിന് നൽകിക്കൊണ്ട് ഇനി സ്വർഗസ്ഥനായ പിതാവേ എന്ന് സ്വതന്ത്രമായി എനിക്ക് വിളിക്കാം എന്ന് പറഞ്ഞ വിശുദ്ധൻ, ദാരിദ്ര്യത്തെ പ്രണയിച്ചവൻ, തൻ്റെ ശിഷ്യർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ സുവിശേഷാത്മക ദാരിദ്ര്യം പാലിക്കാനുള്ള അനുവാദം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞവൻ. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക പുൽക്കൂടാണ്. ലോകചരിത്രത്തിൽ ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. 1223 ഇറ്റലിയിലെ ഗ്രേച്ചോ എന്ന നഗരത്തിൽ അവനൊരു പുൽക്കൂടുണ്ടാക്കി. വൈക്കോലുകൾ കൊണ്ട് തൊഴുത്തുണ്ടാക്കി, കാളയെയും കഴുതയെയും കെട്ടി അവിടുത്തെ ജനങ്ങളെ കൊണ്ട് യൗസേപ്പിതാവും ഉണ്ണീശോയും മാതാവുമാക്കി കുറച്ചാട്ടിടയന്മാരെയും മാലാഖമാരെയും വേഷമണിയിച്ച് ലൈവായിട്ടുള്ള ഒരു പുൽക്കൂട്. അതിനൊരു കാരണമുണ്ട്. വിശുദ്ധ നാട് സന്ദർശിച്ചപ്പോൾ, യേശുവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ തൊട്ടറിഞ്ഞപ്പോൾ അത് തൻ്റെ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം അവതരിപ്പിക്കാൻ, കർത്താവ് ജനിച്ചപ്പോൾ എന്തുമാത്രം ലാളിത്യത്തിലാണ് അവൻ കടന്നു വന്നതെന്ന് തൻ്റെ ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അവനെന്ന പുൽക്കൂട് പണിതത്. ഇന്ന് ലോകം മുഴുവൻ പുൽക്കൂട് ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസ് അസീസി നമ്മെ ഓർമ്മപ്പെടുത്തുക, ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും എളിയ സാഹചര്യങ്ങൾ തിരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും ചെറിയവനെ പോലും ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ദാരിദ്ര്യം നമ്മുടെ മുഖമുദ്രയാകട്ടെ. ലാളിത്യം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മോടി കൂട്ടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.